തിരുവനന്തപുരം കൈതമുക്കിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഒരു കെട്ടിടം. ഇന്നലെ കെട്ടിടത്തിൽ നിന്ന് ഓടിളകി വീണ വയോധികന് പരിക്കേറ്റിരുന്നു. റോഡിനോട് ചേർന്നുള്ള കെട്ടിടമായതിനാൽ യാത്രക്കാരുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാവുകയാണ്. ഈ കെട്ടിടത്തിന്റെ കാര്യം രാവിലെ ബ്രേക്കിംഗ് അവേഴ്സിൽ ദിവിഷ് സൂചിപ്പിച്ചിരുന്നു. ദിവിഷ് വിളിച്ചു പറഞ്ഞിരുന്നു അല്ലേ? അതെ, ഞാൻ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞപ്പോൾ 10:77 എന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞാണ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ വിളിച്ചില്ല. AK സ്റ്റെഫിൻ അവിടെ നിന്നുണ്ട്. സ്റ്റെഫിൻ, ഞാൻ സ്ഥിരം കടന്നു പോകുന്ന വഴിയാണ്, നമ്മളിത് കാണാറുണ്ട്. അവിടുത്തെ കടക്കാരും അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് നമ്മൾ വിചാരിച്ചു. ഇത് വീണ്ടും അപകട ഭീഷണി ആയതുകൊണ്ടാണ് രാവിലെ ഈ നമ്പർ കണ്ടപ്പോൾ നമ്മൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കാമെന്ന് കരുതിയത്. പക്ഷേ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അവിടുത്തെ കൗൺസിലർക്ക് ഇക്കാര്യത്തിലെങ്കിലും ഇടപെടാൻ പറ്റില്ലേ? കാരണം വലിയ തിരക്കുള്ള സ്ഥലമാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ സ്റ്റെഫിൻ? ദിവിഷ് രാവിലെ വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതൊന്നും അധികൃതർ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അത്രയധികം ദയനീയമായ അവസ്ഥയിലാണ് ഈ ഒരു കെട്ടിടമുള്ളത്. ഇത് നേരത്തെ ഒരു തുണിക്കടയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ഭാഗമെല്ലാം തന്നെ റോഡിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ തടിയെല്ലാം വെള്ളം വീണും ചിതലരിച്ചും എല്ലാം നശിച്ച ഒരു അവസ്ഥയിലാണ്. ഈ കാണുന്ന ഒരു തൂണുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ കെട്ടിടം ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം തകർന്നു വീണ ഈ ഭാഗത്തുള്ളൊരു തൂണ് തകർന്നു വീണിരുന്നു. അതാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ നടന്നുപോയ ഒരു വയോധികന്റെ തലയിലേക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഓട് വന്ന് വീണു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാം. വലിയൊരു അപകടാവസ്ഥയിൽ റോഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. ഏത് സമയത്തും നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണ്. ചെറിയ റോഡാണ്, വലിയ വീതിയൊന്നും തന്നെ ഇല്ല. അപ്പോൾ പലരും നടന്നു പോകുന്നത് ഇതിനോരം ചേർന്നുകൊണ്ടാണ്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ നടന്നു പോകുമ്പോൾ, കുട്ടികളുമൊക്കെയായി നടന്നു പോകുമ്പോൾ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താകും സ്ഥിതിയെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പല വൈദ്യുതി പോസ്റ്റുകൾ ഇതിന് സമീപത്ത് അവിടെയും ഇവിടെയുമായിട്ട് ഉണ്ട്. അപ്പോൾ വലിയ അപകടത്തിലേക്ക് ഒരു പക്ഷേ വഴിവെക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് ഈ കെട്ടിടം ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ചേട്ടാ, ഇത് ഒരു വലിയൊരു പ്രതിസന്ധിയാണല്ലോ ഈ കെട്ടിടം ഇങ്ങനെ. വളരെ പ്രതിസന്ധിയിൽ നിൽക്കുക. ഇത് ആദ്യം ഒരു കേസ് കിടക്കായിരുന്നു പുള്ളി. ഇപ്പോൾ ഒരു ആൾ വാങ്ങിയിട്ടുണ്ട്. അവർ 2-3 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇത് ആരുടെ സ്ഥലമാണിത്? ഇപ്പം നമുക്കൊരു പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ വള്ളക്കടൽ മുജീബ എന്നുള്ള ഒരാളെ കോപ്പറേറ്റ് എന്നാണ് അവർ പറയുന്നത്. ഇത് നിങ്ങൾ ഈ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൗൺസിലറോടൊക്കെ പ്രാഥമികമായിട്ട്? കൗൺസിലർ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു, 1 വർഷം കൊണ്ട് ബന്ധപ്പെടുക. പക്ഷേ ഇന്നലെ മെനിഞ്ഞാന്തോ തഹസീൽദാർ ഇടിച്ചു മാറ്റാൻ വേണ്ടി ഇത് കൊടുത്തെന്ന് പറഞ്ഞു. അവർ ഇങ്ങനെ ഇട്ടേക്ക് നമ്മൾ ചെയ്യുന്നു. അതാണ് ദിവിഷ അവസ്ഥ. കാരണം കൗൺസിലർ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോഴും ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ കാണുന്ന ഒരു കെട്ടിടം ഒന്നാകെ ഇപ്പോൾ ഏതായാലും അപകടാവസ്ഥയിലാണ്. തിരുവനന്തപുരത്തെ ഒരു മഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി അതിശക്തമായ മഴയുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റ്. പലയിടത്തും നമ്മൾ ഇന്നലെ പല സ്ഥലങ്ങളിലും കണ്ടത് മുകളിൽ ഉള്ള ഈ ഷീറ്റ്, തകര ഷീറ്റെല്ലാം തന്നെ പറന്ന്, കാറ്റിൻ്റെ ആ ഒരു ശക്തിയിൽ പറന്ന് റോഡിലേക്ക് വീഴുന്നു. വൈദ്യുതി പോസ്റ്റുകളിലേക്ക് വീഴുന്ന ഒരു കാഴ്ചയൊക്കെ പലയിടത്തും കണ്ടു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്ന കാഴ്ചകൾ കണ്ടു. അപ്പോൾ അതൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോഴും ഇത്തരം കൺമുന്നിലുള്ള ഇത്തരം അപകട കെണികൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അതിന് വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ശരിയാണ്. ഇപ്പോൾ ഈ അവിടുത്തെ റോഡ് ടാറിങ് പൂർത്തിയാക്കിയിട്ട് തന്നെ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. വീതി കൂട്ടിയൊക്കെ റോഡ് ടാർ ചെയ്തെടുത്താണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, കോർപ്പറേഷൻ അടക്കമുള്ളവർ കാണുന്നതാണ്. ഈ ഉടമസ്ഥനെതിരെ, അയാളത് പൊളിച്ചു നീക്കാൻ തയ്യാറായില്ലെങ്കിൽ അയാൾക്കെതിരെ നിയമപരമായ നടപടികൾ കൂടി എടുക്കേണ്ടത്. കാരണം എത്രയോ ആളുകളുടെ ജീവനാണ് ഈ കെട്ടിടം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അപകടത്തിലാവുന്നത്. ഇപ്പോൾ 1077 എത്രയോ പേര്, കുട്ടികൾ, പ്രത്യേകിച്ച് അതിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇഷ്ടമാതിരി പേര് വരുന്നതാണ്. അപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് 1077 എന്ന നമ്പറിൽ കെട്ടിടങ്ങളിൽ അപകടാവസ്ഥയിലുണ്ടെങ്കിൽ, ദുർബലമായ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കണമെന്ന്. അതിനനുസരിച്ചാണ് ഞാൻ തന്നെ രാവിലെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ മണിക്കൂർ ഇത്രയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തിരക്കുണ്ടാവും, പലയിടത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ഇന്നോ ഇന്നലെയല്ല, ഏകദേശം 1 വർഷമായി ഈ കെട്ടിടം ഇതേ അവസ്ഥയിലാണ് എന്നതുകൂടി ആ കടക്കാരൻ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ക്ഷണിച്ചു വരുത്തിയാണ് പല അപകടങ്ങളെയും എന്നതാണ് ഈ കാഴ്ചകളൊക്കെ നമ്മളോട് പറയുന്നത്. ഇനി കോഴിക്കോട്ടെ കാര്യത്തിലേക്ക് പോയാൽ, കോഴിക്കോട് വടകര അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു.